ഡ്രാക്കുള. 1930-ലാണിത്. ജാക്ക് തൻ്റെ അനിയന്മാരായ കെവിൻ പിന്നെ ഹാരിയോടൊപ്പം ലീവായപ്പോൾ അവരുടെ മുത്തശ്ശിയുടെ ഗ്രാമമായ സിയാറ്റലിലേക്ക് വന്നു. 3 പേരും വീട്ടിലിരുന്നു കൊണ്ടിരുന്നപ്പോൾ ഹാരി വന്ന് അവരോട് പറഞ്ഞു, ശരി വാ ചേട്ടാ, വെളിയിൽ പോയി എവിടെങ്കിലും കറങ്ങിയിട്ട് വരാം. ദിസ് ആഫ്റ്റർനൂൺ ഈസ് സോ ബോറിംഗ്. അതെ ചേട്ടാ, നമുക്ക് പോകാം. ഇല്ല ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ മനസ്സ് പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരൂ. ജാക്ക് ചേട്ടാ, ജോലി ചേച്ചിയും വരുന്നുണ്ട്. വെളിയിൽ പോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ചേച്ചിയും വരുന്നെന്ന് പറഞ്ഞു. ശരി, ചേട്ടൻ വരുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിട്ടുകളഞ്ഞേക്ക്. എന്താ, ജൂലിയും കൂടെ വരുന്നെന്നു? എന്നാ ശരി, ഞാനും വരാം. ഹാരി, കെവിൻ രണ്ടുപേരും തമ്മിൽ നോക്കി ചിരിച്ചു. 3 പേരും ജൂലിയെ കാണാനായി പോയി. ജൂലിയെ ചെറുപ്പകാലം മുതൽക്കേ ഇവർക്കറിയാമായിരുന്നു. ജാക്കും ജൂലിയും തമ്മിൽ സ്നേഹിച്ചുമിരുന്നു. ഹായ് ജൂലി, സുഖമാണോ? എനിക്ക് സുഖമാണ്, നിനക്കോ? അവരെല്ലാവരും തമ്മിൽ സംസാരിച്ച് ഗ്രാമം ചുറ്റി കണ്ടുകൊണ്ടിരുന്നു. അവർ കാടിനടുത്തായിട്ടുള്ള ഒരു ശ്മശാനത്തിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ജോയിയുടെ നോട്ടവും വളരെ പഴകിയ ഒരു വീടിന് നേരെ തിരിഞ്ഞു. ജൂലി, ഇന്ന് വൈകുന്നേരം നീ എന്നെ ഈ വീട്ടിൽ മീറ്റ് ചെയ്യ്. ഇവിടെ ആരും തന്നെ കാണില്ല. ജൂലി ചിരിച്ചുകൊണ്ടേ ശരിയെന്നും പറഞ്ഞു. അടുത്ത ദിവസം വൈകിട്ട് അവർ രണ്ടുപേരും ആ വീട്ടിലേക്കും വന്നു. അവിടെ അവർ സമയവും ചെലവഴിച്ചു. ഇവിടെ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഫ്രീ ആയി സംസാരിക്കാം. നിനക്ക് ഈ വീടിനെ കുറിച്ച് അറിയാമോ? ഇതൊരു ഡ്രാക്കുളയുടെ വീടാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വവ്വാലുകളെ എല്ലാവർക്കും പേടിയായിരുന്നു. എവിടെ നോക്കിയാലും വവ്വാലുകൾ പറന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് എല്ലാവരെയും മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഒരു ദിവസം രാത്രി വിക്ടർ എന്നയാൾ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു കറുത്ത പൂച്ച വന്നു. ആ പൂച്ചയുടെ കണ്ണ് വളരെ ചുമപ്പായിരുന്നു. അത് കണ്ടവൻ പേടിച്ചു തന്നെ പോയി. എന്തു ഭയങ്കരമായൊരു പൂച്ച! കാണാൻ തന്നെ രാക്ഷസനെ പോലെയുണ്ടല്ലോ. അപ്പോൾ ആ പൂച്ച അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കാലിൽ മാന്തി. വവ്വാലുകളും പിന്നിൽ നിന്നും പറന്നു വന്ന് അവന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു. വിക്ടർ വേദനയിൽ പുളയാൻ തുടങ്ങി. അവന്റെ പല്ലുകൾ വളരാൻ തുടങ്ങി. പിന്നെ അവന്റെ നഖങ്ങളും വളരാൻ തുടങ്ങി. അയ്യോ, എനിക്ക് ഇതെന്താ ഇത് പറ്റിയത്? എനിക്ക് വേഗം വീട്ടിലേക്ക് പോയേ പറ്റൂ. വിക്ടർ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവന്റെ രൂപം പൂർണ്ണമായി മാറിയിരുന്നു. അവനൊരു ഡ്രാക്കുളയായി മാറിയിരിക്കുന്നു. അപ്പോൾ അവന് രക്തദാഹം വന്നു. അവനവനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവൻ അവന്റെ ഭാര്യയുടെ ചോര തന്നെ കുടിച്ചു. എന്നിട്ടും അവന്റെ രക്തദാഹം തീരാത്തതിനാൽ അവൻ അവന്റെ 3 കുട്ടികളുടെ ചോര തന്നെ കുടിച്ചു. അതിനുശേഷം ഗ്രാമത്തിൽ ഡ്രാക്കുളയോടുള്ള പേടി കൂടി. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്നും വെളിയിൽ വരാൻ തന്നെ പേടിച്ചിരുന്നു. ഒരു ദിവസം അവൻ അവന്റെ തന്നെ രക്തത്തിൽ മലയുടെ മുകളിൽ എഴുതി വെച്ചു, ഞാൻ 100 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തും. അങ്ങനെ പറഞ്ഞ് അവൻ അവന്റെ വീട്ടിൽ തന്നെ മാഞ്ഞുപോയി. ആഹാ, എന്ത് നല്ല സൂപ്പർ സ്റ്റോറി. മേ ബി ആയിരിക്കാം. ആർക്കറിയാം കള്ളമാണോ സത്യമാണോ എന്ന്. എന്നാൽ എല്ലാവരും പറയുന്നു 100 വർഷം കഴിഞ്ഞു അവൻ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാമെന്ന്. ശരി ജൂലി, നമ്മൾ പ്രേതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. നാളെ ഇതേ സമയം പോകാം, വാ. അന്ന് രാത്രി പിന്നെയും വവ്വാലുകളെല്ലാം പറക്കാൻ തുടങ്ങി. എല്ലാ വശത്തും ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ആ വീട്ടിലുള്ള ഡ്രാക്കുളയുടെ കണ്ണും തുറന്നു. അടുത്ത ദിവസം രാത്രി ജാക്ക് ജൂലിയെ കാണാനായി പോകുമ്പോൾ ഹാരി വന്നവിടെ അവനെ തടഞ്ഞു. ചേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുകയേയില്ല. എപ്പോ നോക്കിയാലും ജൂലിയോടൊപ്പമാ. ഇന്ന് നീ എങ്ങും പോകണ്ട, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഇരിക്കേ. അതൊക്കെ എൻ്റെ ഇഷ്ടമാ. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, മനസ്സിലായോ? ശരി, പോ. നീ തിരിച്ചു വരികയേ വേണ്ട. അവിടെ തന്നെ ഇരുന്നു, ഞങ്ങളുടെ ഒപ്പം ഇരിക്കുകയേ വേണ്ട. ജാക്ക് ജൂലിക്ക് വേണ്ടി അതേ വീട്ടിൽ തന്നെ കാത്തിരുന്നു. ഇന്ന് ജൂലി വരാൻ ഒരുപാട് സമയമാവുന്നല്ലോ. എന്ത് പറ്റി കാണും? അപ്പോൾ അവന്റെ നോട്ടം അവിടെയുള്ള കതകിൽ വീണു. അവിടെ ചോരയൊലിച്ചുകൊണ്ടിരുന്നു. അതുകണ്ട് ജാക്ക് പേടിച്ചു.
പെട്ടെന്ന് ആ വീടിന് മുകളിൽ വവ്വാലുകൾ പറക്കാൻ തുടങ്ങി. ഈ ഡോർ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ചോര ആരുടെ ചോരയായിരിക്കും? അതിനുശേഷം ജാക്ക് പതുക്കെ അവിടെയുള്ള ബേസ്മെന്റിലേക്ക് വന്നു. അവൻ അവിടെയും ഇവിടെയുമായി നോക്കി. അപ്പോൾ അവിടെ ഒരു കണ്ണ് ജ്വലിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ കണ്ണുകൾ ശ്രദ്ധിച്ചു നോക്കി. അതൊരു പൂച്ചയായിരുന്നു. ഉടനെ ജാക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ജൂലിയുടെ ശവം തൂങ്ങിക്കിടക്കുന്നു. ദേഹത്ത് നിന്നും ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ജൂലി, നിനക്ക് എന്ത് പറ്റി? ജാക്ക് ജൂലി മരിച്ചു കിടക്കുന്നത് കണ്ട് ഒരുപാട് പേടിച്ചു. അപ്പോൾ അവന് പിന്നിൽ ആരോ നടന്നു വരുന്നത് പോലെ തോന്നി. അവൻ പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പിന്നിൽ ഭയങ്കരമായ ഡ്രാക്കുള നിൽക്കുന്നു. ഉടനെ ജാക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടോടാൻ നോക്കി. എന്നാൽ ആ ഡ്രാക്കുള പറന്നു വന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് അവന്റെ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ചു. ഉടനെ ജാക്ക് മരിച്ചുപോയി. ജാക്കിന്റെ അമ്മ അവനെ ഓർത്ത് വിഷമത്തിലിരുന്നു. ജാക്കിനെ കുറിച്ചവർ ആലോചിച്ചു കൊണ്ടിരുന്നു. ഹാരി, ജാക്ക് എവിടെ പോയി? അവൻ നിന്റെ ചേട്ടനല്ലേ? എവിടെയെന്നറിയില്ലേ? എത്രത്തോളം ലേറ്റായി? മമ്മി, ചേട്ടൻ എപ്പോ നോക്കിയാലും ആ ജൂലിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കും. ചേട്ടൻ ജൂലിയുടെ ഒപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗ്രാമത്തിൽ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. എല്ലാ വശങ്ങളിലും വവ്വാലുകൾ പറന്നുകൊണ്ടേയിരുന്നു. ജാക്കിന്റെ മുത്തശ്ശി ഇതെല്ലാം കണ്ട് പേടിച്ചുപോയി. എനിക്ക് തോന്നുന്നു ആ ഡ്രാക്കുള തിരിച്ചു വന്നെന്ന്. അവൻ പറഞ്ഞു. അതേപോലെ വന്നു. അവൻ വന്നു. അവൻ ആരെയും വിട്ടുവെക്കില്ല. എല്ലാവരുടെയും ചോര അവൻ കുടിക്കും. എന്താ അമ്മ എന്തായി പറയുന്നേ? ഇതുവരെ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ ജാക്കിന്റെ അമ്മ പെട്ടെന്ന് നിശബ്ദയായി. അവർ അപ്പോൾ കലണ്ടറിലേക്ക് നോക്കി. വിക്ടർ പറഞ്ഞിട്ട് പോയിട്ട് 100 വർഷങ്ങളായിരിക്കുന്നു. അമ്മേ, ജാക്ക് എവിടെ പോയി? വീട്ടിൽ വന്നിട്ടില്ല. ഞാനാ പറഞ്ഞത് നീ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട എന്ന്. ഞാൻ വളരെ മോശമായ ഒരു അനിയനാ. അവരാ കാടിന് നടുക്കുള്ള ആ വീട്ടിലാണ് മീറ്റ് ചെയ്യുന്നത്. എന്താ? ആ വീട് വിക്ടറിൻ്റെതാണ്. എല്ലാവരും ഒരുപാട് പേടിച്ചു. ഗ്രാമത്തിൽ ഡ്രാക്കുളയുടെ വിളയാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഹാരിക്ക് തോന്നി അവന്റെ ചേട്ടൻ അവൻ കാരണമാണ് വീട്ടിലേക്ക് വരാത്തതെന്ന്. അതിനുശേഷം അവൻ അവന്റെ ചേട്ടനെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി. ജാക്ക് ചേട്ടാ, ഞാൻ പറഞ്ഞത് തെറ്റാ. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു വവ്വാലിന്റെ കണ്ണിൽ നിന്നും വെളിച്ചം വന്നു. ആ വെളിച്ചത്തിൽ ഹാരിയുടെ രൂപം ഡ്രാക്കുളയുടെ കണ്ണിന് കാണാൻ പറ്റി. ഡ്രാക്കുള ഹാരിയെ കണ്ടതും അവന്റെ ചോരയും കുടിക്കാനുള്ള തീരുമാനമെടുത്തു. അവൻ എല്ലാ വവ്വാലുകളെയും അവന്റെ വശത്താക്കി. അതിനുശേഷം എല്ലാ വവ്വാലുകളും ഹാരിയെ നോക്കിപ്പോയി. ഹാരി അവിടുന്ന് രക്ഷപ്പെടാനായി ഓടി. അവൻ ആ വീട്ടിലും കയറി. പിന്നെ ഓടി ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോയി. അവിടെ ഏത് വശങ്ങളിൽ നോക്കിയാലും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അവന്റെ പേടിയും കൂടി വന്നു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവന് ജൂലിയുടെയും ജാക്കിന്റെയും ശവം കാണാൻ പറ്റി. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അപ്പോൾ അവന്റെ മുൻപിൽ ഡ്രാക്കുള വന്നു നിന്നു. അത് കണ്ടവൻ മുഴുവനായി പേടിച്ചു. ഡ്രാക്കുള ഹാരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജെനി ജാക്കിനെയും ഹാരിയെയും അന്വേഷിച്ച് അവിടേക്ക് വന്നു. പെട്ടെന്ന് ജെനി ഒരു ക്രോസ് എടുത്ത് ഡ്രാക്കുളയുടെ മേലിട്ടു. ഡ്രാക്കുള വേദനയിൽ പിടയാൻ തുടങ്ങി. ഡ്രാക്കുള പിടഞ്ഞു മരിക്കുന്നതിനു മുൻപായി ഹാരിയുടെ കഴുത്തിലും കടിച്ചു. ജെനി ഹാരിയെ മോചിപ്പിച്ചു. അതിനുശേഷം ഡ്രാക്കുള പല വവ്വാലുകളായി മാറി അവിടെ നിന്നും പറന്നുപോയി. ഹാരി, നിനക്ക് കുഴപ്പമില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. പക്ഷേ അവിടെ ജാക്കും ജൂലിയും.
ജാക്കും ജെനിയും രണ്ടുപേരും കുട്ടികളെപ്പോലെ കരഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഹാരി ബെഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവനെന്തോ വ്യത്യസ്തമായി തോന്നി. പിന്നെ പെട്ടെന്ന് അവൻ കണ്ണു തുറന്നതും അവൻ മുഖം കണ്ണാടിയിൽ നോക്കി. അപ്പോൾ അവന്റെ പല്ലുകൾ വളർന്നിരുന്നു. അപ്പോൾ അവന്റെ അനിയൻ ഹാരി ആ മുറിയിലേക്ക് വന്നു. അവനെ കണ്ടതും ഹാരിക്ക് അവന്റെ ചോര കുടിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് അവനെ പിടികൂടി അവന്റെ ചോരയും കുടിച്ചു. അതിനുശേഷം അവൻ ജനൽ ചാടി വീണ്ടും അതേ വീട്ടിലേക്ക് തന്നെ പോയി. അന്നു മുതൽ ആ ഗ്രാമത്തിൽ ഒരു പുതിയ ഡ്രാക്കുളയുടെ വിളയാട്ടം ആരംഭിച്ചു. ഗോകുൽപുരത്ത് താമസിക്കുന്ന മനോഹർ എന്നൊരു റിട്ടയർഡ് ടീച്ചർ. അദ്ദേഹം ജോലിയിൽ നിന്ന് റിട്ടയർഡായി 5 മാസമായി. എന്നാൽ തന്റെ പ്രൈവറ്റ് പെൻഷൻ പിന്നെ തന്റെ PF പണത്തിന് വേണ്ടി അദ്ദേഹം ഓഫീസിൽ കയറിയിറങ്ങി ഒരുപാട് ക്ഷീണിച്ചു. ഇന്നലെ അടിപൊളി പാർട്ടിയായിരുന്നു. കഴിക്കാനുള്ളതൊക്കെ ഒരു രക്ഷയുമില്ല. അടിപൊളിയായിരുന്നു. അതുമാത്രമല്ലാതെ ആ ഡാൻസ് ഉണ്ടല്ലോ, അയ്യോ 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 അയ്യോ, ഒരു രക്ഷയുമില്ലായിരുന്നു. നീ വരേണ്ടതായിരുന്നു. സാർ, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? മിണ്ടാതെ നിൽക്ക്. എടാ, നിന്നോടല്ലടാ, ഞാനേ ഇവിടെ പറഞ്ഞതാ. മുമ്പിലൊരു കിളവൻ നിപ്പുണ്ട്, അങ്ങേരോട് പറഞ്ഞതാ. പാവം അദ്ദേഹത്തിന് എന്തു പറ്റും? അയാൾ പറയുന്നത് നിശബ്ദമായി കേട്ടുനിന്നു. ഒരുപാട് നേരം വരെ അയാൾ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം മനോഹർ അയാളോട് കെഞ്ചി ചോദിച്ചു, സാർ. ആ, എന്താ സാർ? 5 മാസമായി. ഇപ്പോഴെങ്കിലും എന്റെ ഫയലൊന്ന് നോക്കൂ സാർ. 5 മാസമായെങ്കിൽ ഞാനെന്തോ വേണം? സാർ, ഒന്ന് മനസ്സിലാക്കൂ സാർ. ഞാൻ ഒരുപാട് കഷ്ടപ്പാടില്ല. മകളുടെ വിവാഹ തീയതി അടുത്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിങ്ങോട്ട് നോക്കിക്കേ. ഞാൻ സത്യസന്ധനായിരുന്നു എന്ത് നേടാനാ? നിങ്ങളുടെ ഫയൽ 1 നിമിഷം കൊണ്ട് ഞാൻ മൂവ് ചെയ്യും. എന്നാൽ അതിന് കുറച്ച് ചിലവാകും. അത് തരാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ, ഇതിലിപ്പോ ചിന്തിക്കാൻ എന്തുണ്ട്? നിങ്ങൾക്ക് പെൻഷൻ കിട്ടും, പ്രൊവിഡന്റ് ഫണ്ടിന്റെ പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ എനിക്കെന്ത് കിട്ടും? സാർ, ഞാൻ പറയുന്നത് സത്യമാ. എന്റെ കയ്യിൽ താങ്കൾക്ക് തരാൻ ഒന്നും തന്നെയില്ല. ആ ശരി, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യൂ. നിന്നോളൂ. മനോഹർ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടി ഓടി വരാൻ പറ്റില്ല. എന്നാൽ എന്തു ചെയ്യാൻ പറ്റും? സമാധാനപ്പെട്ടു. വൈകുന്നേരമായതും അദ്ദേഹം കഷ്ടപ്പെട്ട് വീട്ടിലെത്തി. ഗുഞ്ചാ, മോളെ ഗുഞ്ചേ. വരുന്നച്ചാ. ഓ മോളെ, പോയി ഒരു പാത്രം വെള്ളം കൊണ്ടുവാ. ഇന്നെന്താ ഇത്ര ദാഹമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് ക്ഷീണമുണ്ട് മോളെ. ഗുഞ്ച വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് പോയി. ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവളുടെ അച്ഛൻ കിടക്കയിൽ മയങ്ങിക്കിടന്നിരുന്നു. അച്ഛാ, അച്ഛാ, എന്തു പറ്റിയച്ചാ? എന്നാൽ അവളുടെ അച്ഛൻ മറുപടി പറഞ്ഞില്ല. ഗുഞ്ചയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. എങ്ങനെയോ അദ്ദേഹത്തെ അവൾ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അദ്ദേഹത്തെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരുപാട് ടെൻഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മയങ്ങി വീണത്. ഡോക്ടർ പറഞ്ഞു, ഇനി അദ്ദേഹം ടെൻഷൻ അടിക്കാൻ പാടില്ലെന്ന്, ഇല്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണെന്ന്. 2 ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തെ വീട്ടിൽ വിട്ടു. എന്നാൽ കുറച്ച് ദിവസം വരെ വിശ്രമിക്കാനും പറഞ്ഞു. മനോഹർ അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അടുത്ത ദിവസം, അച്ഛാ, അച്ഛനിപ്പോ എവിടെ പോവാ? ഒന്നുമില്ല മോളെ, ഞാൻ പെൻഷൻ ഓഫീസ് വരെ പോയിട്ട് വരാം. പറയാൻ പറ്റില്ല, ആ ക്ലർക്കിന്റെ മനസ്സ് ഒരുപക്ഷെ മാറിയാലോ. ഇന്നെന്റെ ഫയല് നോക്കിയാലോ. അച്ഛാ, അച്ഛനോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിപ്പിച്ച് മാത്രം വിട്ടിട്ട് അതിനുശേഷം ഞാൻ വിശ്രമിച്ചോളാം. എന്നാൽ പണമില്ലാതെ നിന്റെ കല്യാണം നടക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. പറ്റില്ല, അച്ഛൻ ഇന്ന് ഒരിടത്തും പോകാൻ പോകുന്നില്ല അച്ഛാ. ഗുഞ്ചയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ ഒരു നദിയിൽ വീണ് മരിച്ചുപോയിരുന്നു. അന്നു മുതൽ അവളുടെ അച്ഛൻ അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്തു. മനോഹർലാലിന് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ വാക്ക് മറികടന്ന് ഒന്നും ചെയ്യില്ല. എന്നാൽ പണമില്ലാതെ ഗുഞ്ചയുടെ കല്യാണം എങ്ങനെ നടക്കും? പെൻഷൻ തുക കിട്ടാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും കഷ്ടമാണ്. ഇതെല്ലാം ചിന്തിച്ച് അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ ഗുഞ്ചയ്ക്ക് താങ്ങാനായില്ല. അതുകൊണ്ട് അവൾ പെൻഷൻ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. പെൻഷൻ ഓഫീസിലിരുന്ന ഓഫീസർ അവളുടെ അച്ഛനോട് പെരുമാറിയതുപോലെ തന്നെ അവളോടും പെരുമാറി.
എന്നാൽ ഗുഞ്ച ബുദ്ധിശാലിയാണ്. അവൾ അയാൾ പറഞ്ഞതെല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. നിങ്ങൾ എന്താണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്? ഞാൻ എത്ര സമയം കൊണ്ട് ഇവിടെ നിൽക്കുന്നു? നിങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വരൂ മോളെ വരൂ. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ല. ആ അറിയാം, ഒരു പണപ്പിശാചിനോട്. കാശ് വാങ്ങാതെ ഒരു ജോലിയും ചെയ്യാത്തവനോട്. അതെന്റെ അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യം എന്താ? അർത്ഥമില്ലാതെ സംസാരിക്കരുത്. എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അർത്ഥമൊന്നുമില്ലാതെയല്ല സംസാരിച്ചത്. നിങ്ങൾ ചെയ്തതിനുള്ള പ്രൂഫെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ ജയിലിൽ പോകുന്നത് ആർക്കും തടയാൻ പറ്റില്ല. ദീന, ദാ ഇപ്പോൾ ആ പെണ്ണ് വെളിയിൽ പോയതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചതൊക്കെ അവൾ റെക്കോർഡ് ചെയ്തു. അവൾ പോലീസ് സ്റ്റേഷനിൽ പോകുക. അവൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് തന്നെ മനസ്സിലായല്ലോ? മനസ്സിലായി ബോസ്. നിങ്ങൾ വിഷമിക്കേണ്ട. അവളെ തീർത്തിട്ട് ഞാൻ വരാം. ദീന പെൻഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ക്ലർക്ക് പാണ്ഡയുടെ ഗുണ്ടയാണ്. അയാൾ എപ്പോഴും ആ ഓഫീസിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ അയാൾ ഒരു സാധാരണ ട്രക്ക് ഡ്രൈവറാണ്. എന്നാൽ സത്യത്തിൽ അയാൾ വലിയൊരു ഗുണ്ടയാണ്. അയാൾ മുൻപ് ആ ക്ലർക്കിന്റെ ഒരുപാട് ശത്രുക്കളെ ആ ട്രക്ക് കയറ്റി അയാൾ കൊന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ അതെല്ലാം ഒരു ആക്സിഡന്റായി കരുതി. എന്നാൽ അത് കൊലപാതകമാണ്. ആ ക്ലർക്ക് വീണ്ടും ദീനയ്ക്ക് ഓർഡർ കൊടുത്തതും അവൻ ട്രക്കും എടുത്തുകൊണ്ട് ഉടനെ പുറപ്പെട്ടു. ഓ, ഇതാണോ ബോസ് പറഞ്ഞ പെണ്ണ്? ഇവളുടെ ഗതി എന്താണെന്ന് ഇപ്പോൾ നോക്കിക്കോളൂ. ഇടിക്കുന്ന ഇടിയിൽ അവൾ ഡയറക്റ്റ് യമന്റെ അടുത്ത് പോകും. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഗുഞ്ച വളരെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ദീനയും വളരെ വേഗം വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് അവളെ പിന്നിൽ നിന്നും ഇടിച്ചു. ഗുഞ്ച എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പേ ട്രക്കിന്റെ ടയർ അവളുടെ തലയിൽ കയറി തല 2 കഷ്ണമായി മാറി. അവൾ മരിച്ചതും പ്രേതമായി മാറി. മനോഹർ അദ്ദേഹം ഗുഞ്ച മരിച്ചുപോയ വിവരം അറിഞ്ഞതും അദ്ദേഹത്തിനത് താങ്ങാൻ കഴിയാതെ അദ്ദേഹവും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. മറുവശത്ത് ദീന ഗുഞ്ച മരിച്ചുപോയ വിവരം ക്ലർക്ക് പാണ്ഡയോട് പറഞ്ഞു. ജോലി തീർന്നു ബോസ്. ഹാവു, നീ ഇല്ലായിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമായേനെ. ശരി, ഫോൺ വെക്ക്. രാത്രി കാണാം. അന്ന് രാത്രി ദീനയും പാണ്ഡയും രണ്ടുപേരും ഹോട്ടലിൽ മദ്യപിച്ചുകൊണ്ടിരുന്നു. എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ യമന്റെ അടുത്തേക്ക് പോയി. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്കുള്ള മറുപടി എൻ്റെ ട്രക്ക് കൊടുക്കും ബോസ്. ഏയ് ബ്രദർ, കഴിക്കാൻ എന്തുണ്ട്? വേഗം കൊണ്ടുവാ, ഇല്ലെങ്കിൽ ട്രക്ക് നിങ്ങളുടെ മുകളിൽ കൂടെ പോകും. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു വെയിറ്റർ അവിടെ വന്നു. അയാളുടെ കയ്യിലെ ട്രെയിലെ സാധനം തുണി കൊണ്ട് മൂടിയിരുന്നു. ബോസ് ബോസ്, ആ ഭക്ഷണം താ വന്നു. ഇതെന്തിനാ അടച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തെങ്കിലും സ്പെഷ്യലായിരിക്കും. വേഗം ആ തുണി മാറ്റി വിളമ്പിത്താ. എനിക്ക് നന്നായി വിശക്കുന്നു. ദീന അതിന്റെ മുകളിലുണ്ടായിരുന്ന തുണി എടുത്ത ഉടനെ രണ്ടുപേരുടെയും ശ്വാസം നിലച്ചു. ആ ട്രേയിൽ 2 പിളർന്ന് കുഞ്ചയുടെ തലയുണ്ടായിരുന്നു. 2 പിളർന്ന കുഞ്ചയുടെ തലയിൽ നിന്ന് ചിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഇതെന്ത് സ്പെഷ്യൽ ഡിഷാ? എടാ വിഡി, ഇത് ഡിഷല്ലടാ, നമ്മൾ കൊന്നു കളഞ്ഞ പെണ്ണിന്റെ തലയാ. നീയല്ലേ കൊന്നത്, നിനക്കറിയില്ലേ? ഇതെന്തിനാ എൻ്റെ മുൻപിലെടുത്ത് കൊണ്ട് വെച്ചത്? ഇതിനെ കണ്ടിട്ട് പേടിയാകുന്നു. ട്രെയിലിരുന്ന ഗുഞ്ചയുടെ തല ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. കൊലയാളികളെ, നിങ്ങൾ കൊന്നത് എന്നെ മാത്രമല്ല, എൻ്റെ അച്ഛനെയും നിങ്ങൾ കൊന്നുകളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മരിക്കാൻ തയ്യാറായിക്കോളൂ. മരിക്കാനോ? എന്നോട് ക്ഷമിക്കൂ. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ രണ്ടും ചെയ്തത് തെറ്റല്ലടാ, കൊലപാതകമാണ്. നിങ്ങളെപ്പോലെയുള്ള കൊലയാളികളെ വെറുതെ വിട്ട് നാട്ടിലുള്ള ജനങ്ങളെ ഇനിയും ഞാൻ കഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല. ഗുഞ്ചയുടെ തല പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞതും ചിരിക്കുന്നതും കേട്ട് രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഒരുപാട് നേരം ഓടിയതിനു ശേഷം രണ്ടുപേരും തെരുവിൻ്റെ സൈഡിലുള്ള ഒരു കരണ്ട് പോസ്റ്റിൻ്റെ അടുത്ത് വന്ന് നിന്നു. ആ തല അത് നമ്മളെ വിട്ട് പോയി. ഇത്രയും പാപങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എവിടെ ഓടുന്നടാ? ഓടി ഓടി നിങ്ങൾ തളരും, എന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ലടാ.
അതിനുശേഷം മുകളിൽ നിന്ന് താഴെ വന്ന ഗുഞ്ച അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി കരണ്ട് കമ്പിയിൽ വെച്ചു. അവരുടെ രണ്ടിന്റെയും ശരീരം കരണ്ട് കമ്പിയിൽ കൊണ്ടതും രണ്ടുപേർക്കും ഷോക്കടിച്ചു. ഒരുപാട് നേരം ശരീരത്തിൽ നിന്ന് പുക വന്ന് അവരവിടെ തന്നെ മരിച്ചു. ഗുഞ്ച അവളുടെയും അച്ഛന്റെയും മരണത്തിന് കാരണമായവരോട് പ്രതികാരം ചെയ്തു. എന്നാൽ എല്ലാവരും പറയുന്നു ഗുഞ്ചയുടെ ആത്മാവ് ഇപ്പോഴും ഗോകുൽപൂരിൽ ഉണ്ടെന്ന്. ആരെങ്കിലും ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതിനെയും കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കും. ഒരു ഗ്രാമത്തിന് പുറത്ത് ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കൊട്ടാരം ഒരു തകർന്ന കൊട്ടാരമാണ്. അവിടെ ആരും തന്നെ പോകാറില്ല. ഒരു ദിവസം സോനു ചങ്ങാതി മോനുവുമായി ആ കൊട്ടാരം ചുറ്റിക്കാണാനായി പോയി. ഇവിടം മുഴുവനും ഭയങ്കരമാണല്ലോ. അതെ അതെ, ഹൊറർ ഫിലിമിൽ കാണിക്കുന്നത് പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അകത്ത് പോകാൻ പാടില്ലെന്ന്. നീ ഒരു പേടിച്ചു തൂറിയ, ഒന്നും പറ്റില്ല. വാ, അകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്നത് ആപത്താണെന്ന്. വാ, നമുക്ക് പോകാം. അയ്യോ അല്ല അല്ല, അത് വവ്വാലാടാ. അത് നമ്മളെ ഒന്നും ചെയ്യില്ല. അതുമല്ലാതെ അതിനൊന്നും കാണാനും പറ്റില്ലടാ. ശബ്ദം കേട്ടാ അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ലേ? വളരെ പതിയെ നമ്മൾ സംസാരിക്കണം. ഞാൻ വീട്ടിൽ പോകുക. എന്താ നീ എന്താ പറഞ്ഞേ? ഇവൻ എന്താ ചെയ്യുന്നത്? എന്നോട് പതുക്കെ സംസാരിക്കാൻ പറഞ്ഞ് ഇവൻ അലയ്ക്കുന്നു. ആ അയ്യോ, ഞാൻ മറന്നുപോയി. ഇവിടെ നോക്ക്, ഒരു ആന്റിക് കണ്ണാടി. ഇങ്ങനെ ഒരു കണ്ണാടി ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അമ്പർ ബമ്പർ ബമ്പർത്താ, എന്നെ തൊടുന്നവർ അകത്തേക്ക് വാ. ഇതുപോലെ ആ കൊട്ടാരത്തിലുള്ള പ്രേതക്കണ്ണാടി അതിനെ ആര് തൊട്ടാലും അതവരെ അകത്തേക്ക് വലിക്കും. ഇക്കാര്യം കാറ്റുപോലെ എല്ലായിടത്തും പരന്നു. മുഴുവൻ ഗ്രാമവും പ്രേതക്കണ്ണാടിയെ ഓർത്ത് വിറച്ചു. ഇക്കാര്യം സോനുവിന്റെ ചേട്ടൻ വിക്രം അറിഞ്ഞു. അവനുടനെ ഗ്രാമത്തിലേക്കും വന്നു. ആ പ്രേതക്കണ്ണാടി നിന്റെ അനിയനെ അതിൻ്റെ ഉള്ളിലേക്കാക്കി. അവനെ ഇനി ആര് വെളിയിൽ കൊണ്ടുവരും? എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല മോനെ. അമ്മേ, അമ്മ പേടിക്കണ്ട. സോനുവിനെ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുവരാം. നീ എങ്ങനെ കൊണ്ടുവരും? ആ പ്രേതക്കണ്ണാടി അത് നിന്നെയും ഉള്ളിലേക്കാക്കിയാൽ? എന്തെങ്കിലും ചെയ്യാം, അമ്മ വിഷമിക്കണ്ട. വെളിയിൽ പോ, ഇല്ലെങ്കിൽ ഈ പ്രേതക്കണ്ണാടി നിന്നെയും അതിനുള്ളിലാക്കും. എന്റെ കൂടപ്പിറപ്പില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ പേടിപ്പിച്ചതല്ല, ഇതിന്റെ അപകടം ഞാൻ പറഞ്ഞതാണ്. അവൻ ആരാ? ഞാനെന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണം? ഞാൻ ശപിക്കപ്പെട്ട ഒരു രാജകുമാരിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അനിയനെ രക്ഷിക്കണമെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ മോചിപ്പിക്കണം. അതിനു മുൻപ് ആരെങ്കിലും ആ കണ്ണാടിയിൽ പോയി തൊട്ടാൽ ഉറപ്പായും അതിനുള്ളിലാകും. എന്റെ കൂടപ്പിറപ്പിനോട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവനെ മാത്രം നീ എന്തിന് കണ്ണാടിക്കുള്ളിലാക്കി? ഇതൊക്കെ വിധി അനുസരിച്ചാണ് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വഴിയെ തന്നെ മനസ്സിലാകും. നീ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം നീ വെളിയിലേക്ക് വാ. നീ എന്തിനാ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, എന്നാൽ വേറെ ഒരു രൂപത്തിൽ. അതെന്തൊരു രൂപമാ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് ഞാൻ മറ്റൊരു രൂപത്തിൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെ പിറുപിറുക്കുന്നത് വിട്ടിട്ട് കണ്ണാടി എവിടെയുണ്ടെന്ന് പറ. എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വലിയ ആപത്ത് കാത്തിരിക്കുന്നു. പറയണ്ട, ഞാൻ തന്നെ കണ്ടെത്താം. കിട്ടിപ്പോയി.
അമ്പർ ബമ്പർ ബമ്പർ താ, ആരെന്നെ തൊട്ടാലും അകത്തേക്ക് വാ. ആ കണ്ണാടിയിൽ നിന്നും വിടൂ. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇവിടം ആപത്താണെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ. നിങ്ങൾ ആദ്യം എന്നെ ശാപത്തിൽ നിന്നും മോചിതയാക്കണം. എന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്നും അതിനുള്ള വഴിയും നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അനിയനെ ആ പ്രേതക്കണ്ണാടിയിൽ നിന്നും ഞാൻ വെളിയിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടപ്പിറപ്പിനെ നീയാണോ ഈ കണ്ണാടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഞാനല്ല, ഈ കണ്ണാടിയാണ് അതിനുള്ളിലാക്കിയത്. ഞാൻ ഈ ശാപത്തിൽ നിന്നും എപ്പോൾ മോചിതയാകുന്നോ അതുവരെ ഈ കണ്ണാടിക്കുള്ളിൽ അകപ്പെട്ട ആരും തിരികെ വരില്ല. നിങ്ങളും നിങ്ങളുടെ അനിയനോടൊപ്പം ഭാവിയിൽ ഈ കണ്ണാടിക്കുള്ളിൽ പോയി ജീവൻ കളയാൻ പോകുന്നു. ഒരുപാട് പേരെ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നു. എന്നാൽ എങ്ങനെ? നിന്നെ ഞാൻ എങ്ങനെ ശാപത്തിൽ നിന്ന് വിമോചിതയാക്കും? നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്തായി? നമ്മുടെ സോനു എവിടെ? അമ്മേ, ആ പഴയ കൊട്ടാരത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമോ? അവിടെ എന്തു പറ്റി? എന്തിനാ ചോദിച്ചത്? എന്താ കാര്യം? എന്നോടത് പറ. അമ്മേ, സോനു ആ പ്രേത കൊട്ടാരത്തിലാണ് അകപ്പെട്ടത്. ഞാൻ ആ കണ്ണാടിയെക്കുറിച്ചും ആ കൊട്ടാരത്തെക്കുറിച്ചും എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴേ എനിക്ക് സോനുവിനെ രക്ഷിക്കാൻ പറ്റൂ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ നിന്റെ മുത്തശ്ശിക്ക് ഉറപ്പായിട്ടും അറിയാം. മുത്തശ്ശിക്ക് എന്തറിയാം? നീ നിന്റെ മുത്തശ്ശിയോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്ക്. ആ പഴകിയ തകർന്ന കൊട്ടാരത്തെക്കുറിച്ച് അറിയാൻ വിക്രം മുത്തശ്ശിയുടെ വീട്ടിൽ പോയി. വിക്രമിന്റെ മുത്തശ്ശി ഇപ്പോൾ കൊച്ചുമകൻ നാരായണന്റെ വീട്ടിലാണ് ഉള്ളത്. മുത്തശ്ശി സുഖമാണോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ അച്ഛൻ പോയതിനു ശേഷം ഈ മുത്തശ്ശിയെ നിങ്ങളെല്ലാം മറന്നല്ലോടാ. അല്ല മുത്തശ്ശി, ചെയ്യുന്ന ജോലി അങ്ങനെ ആയതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തിനാ നീ വന്നത്? മുത്തശ്ശി, നമ്മുടെ നാട്ടിലുള്ള ആ പഴയ കൊട്ടാരത്തെക്കുറിച്ച് എനിക്ക് അറിയണം. ഇപ്പോൾ നീ ആ കൊട്ടാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ കൊട്ടാരം ഒരു പ്രേത കൊട്ടാരമാ. നിന്റെ അച്ഛനോടും അതാണ് പ്രതികാരം ചെയ്തത്. ഇനി കൊച്ചുമകനെയും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അവിടെ പോകുന്നത് എല്ലാവർക്കും ആപത്താ. എനിക്ക് ആവശ്യമുണ്ട് മുത്തശ്ശി. സോനു ആ കൊട്ടാരത്തിൽ പോയി മാഞ്ഞു പോയതും ആ രാജകുമാരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിക്രം അവന്റെ മുത്തശ്ശിയോട് പറഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശി കരയാൻ തുടങ്ങി. എന്നാൽ അത്ഭുതം എന്തെന്നാൽ അവരിപ്പോൾ സന്തോഷത്തിലാണ്. മുത്തശ്ശി എന്തിനാ സന്തോഷിക്കുന്നത്? ആ കൊട്ടാരത്തെക്കുറിച്ചുള്ള എല്ലാ കഥകളും ഒരു ബുക്കിലുണ്ട് മോനെ. ആ പുസ്തകത്തിൽ വരും കാലത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവർ എഴുതി വച്ചിട്ടുണ്ട്. അവരതിൽ എഴുതി വച്ചിരുന്നു, ഒരു സുന്ദരനായ പയ്യൻ ആ പ്രേത കണ്ണാടിയിൽ അകപ്പെട്ട തൻ്റെ അനിയനെ രക്ഷിക്കാൻ ഉറപ്പായും കൊട്ടാരത്തിൽ വരുമെന്ന്. അതുപോലെ അതേ പയ്യൻ തന്നെയാണ് ശാപത്തിലുള്ള രാജകുമാരിയെ ശാപത്തിൽ നിന്ന് മുക്തി കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതോർത്താണ് സന്തോഷപ്പെട്ടത്. ആ സുന്ദരനായ പയ്യൻ അത് നീ ആയതുകൊണ്ടാണ്. എന്താ ആ പയ്യൻ ഞാനാണോ? ഈ പുസ്തകം നീ നന്നായി വായിക്ക്. ആ കൊട്ടാരത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഈ പുസ്തകം എല്ലാവരെക്കാളും നിനക്കാണ് ആവശ്യം. ഇത് നീ വളരെ ശ്രദ്ധിച്ചു തന്നെ വായിക്കണം. വിക്രം രാത്രിയിരുന്ന് ആ പുസ്തകം വായിച്ചു. അപ്പോൾ രാജകുമാരിയുടെ ശാപത്തെക്കുറിച്ചുള്ള ഭാഗം വന്നപ്പോൾ അവൻ സാവധാനമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവൻ വായിച്ചു. ഒരു വലിയ ഗുരുവിനെ നീ അപമാനിച്ചു. അതിനാൽ എനിക്ക് ദേഷ്യം വന്നിരിക്കുന്നു. ഞാൻ നിനക്കൊരു ശാപം നൽകുന്നു. നീ ഇനി ഒരു കണ്ണാടിക്കുള്ളിൽ തന്നെ അകപ്പെട്ടു പോകും. എന്നാൽ അതിനോടൊപ്പം നിന്റെ സ്നേഹവും പ്രേമവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ചോദിക്ക്, നിനക്ക് എന്തു വേണം? ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷനെ അല്ലാതെ വേറെ ആരെയും വേണ്ട. തഥാസ്തു. ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് വീണ്ടും ഈ മനുഷ്യരൂപത്തിൽ വരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ എങ്ങനെ കണ്ടെത്തും? ഈ കണ്ണാടിക്കുള്ളിൽ എൻ്റെ അനുജൻ ഉറപ്പായും അകപ്പെടും. അവനെ ഞാൻ ഉറപ്പായും അന്വേഷിച്ചു വരും. അവനാണ് ഞാൻ. അപ്പോൾ നിനക്ക് നൽകിയ ശാപവും ഒരു വരദാനമായി മാറും.
നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നെ എങ്ങനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന്? ദൈവമേ, നീ കരുണയുള്ളവനാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചെറുപ്പകാലം മുതൽ എനിക്ക് സംഭവിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം. അവസാനം ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ സമയം വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് താങ്കൾ തന്നെ കാണിച്ചു തന്നു. ഉറക്കത്തിൽ പോലും എൻ്റെ മനസ്സ് ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാം വളരെ വിചിത്രമായിരിക്കും. ഇന്ന് ഞാൻ ഉറപ്പായും യുഗങ്ങളായി പിരിഞ്ഞിരുന്ന എൻ്റെ പ്രേമം സഫലീകരിക്കും. മുൻപിൽ വരൂ രാജകുമാരി വസുന്ധര, നിന്റെ പ്രണയിതാവ് നിന്നെ വിളിക്കുന്നു. മുൻപിൽ വരൂ, നിന്റെ ശാപം ഞാൻ അകറ്റാം. എൻ്റെ മുഴുവൻ ജീവിതവും ഞാൻ നിന്നോടൊപ്പം തന്നെ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കൊട്ടാരത്തിൽ വെച്ച് നോക്കാനുള്ള അർഹത എനിക്കില്ല. നിന്റെ കൂടെ താമസിക്കുന്ന സ്ഥലമാണ് എൻ്റെ കൊട്ടാരം. നിന്റെ ഒപ്പം ജീവിക്കാനായി ഞാൻ പല വർഷങ്ങളായി കാത്തിരിക്കുന്നു. എൻ്റെ അനിയനെ ഈ കണ്ണാടിയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരണം. തീർച്ചയായും. നിങ്ങൾക്ക് വേണ്ടി ഈ കണ്ണാടിയിൽ മറ്റൊരു നല്ല വാർത്തയും കാത്തിരിക്കുന്നു. എൻ്റെ സോനുവാണ് എൻ്റെ സന്തോഷം. അവിടെ ശരിക്കും നോക്കൂ. അച്ഛൻ ഇവിടെയുണ്ടോ? താങ്കളെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചാൽ എങ്ങനെ കിട്ടാനാ? ഈ കണ്ണാടിക്കുള്ളിലാണ് ഞാൻ വർഷക്കണക്കിന് അകപ്പെട്ട് കിടന്നിരുന്നത്. എന്നാൽ നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെയുണ്ടെന്നുള്ളത്? ചേട്ടാ, ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായേനെ? ഞാൻ ഉറപ്പായും വരും. നിനക്ക് ഇവിടെ ഇരിക്കണമെന്ന് വിധിയുണ്ടായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. പ്രേത തേനീച്ചകൾ. രാമേശ്വരം എന്ന ഗ്രാമത്ത് മനീഷ അവളുടെ കുടുംബത്തിനൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. മനീഷ പഠിപ്പിലും കളിയിലും ഭയങ്കര മിടുക്കിയായിരുന്നു. അതുകൊണ്ട് അവൾ സ്കൂളിലും ഗ്രാമത്തിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കും. ഒരു ദിവസം മനീഷ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതുപോലെ എല്ലാ കളികളും ജയിച്ച് എല്ലാരെയും തോൽപ്പിച്ച് സിറ്റിക്ക് പോയി അവിടെയും ജയിച്ച് നാടിന് അഭിമാനമാകും. എനിക്ക് നിന്നെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ഉറപ്പായി നീ ഒരു ദിവസം നന്നായി നേടും. മനീഷയും അവളുടെ സാറും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു കാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനീഷ പെട്ടെന്ന് തല കറങ്ങി വീണു. അപ്പോഴേക്കും അവിടെ ചില തേനീച്ചകൾ വന്ന് അത് കണ്ടതും അവളുടെ സാർ അതിനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനീഷയെ എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. മനീഷേ, എഴുന്നേൽക്കൂ. എന്തു പറ്റി മനീഷ? കുറച്ചുനേരം അതിന് ശ്രമിച്ചുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പാതി വഴിയിൽ മനീഷ കണ്ണു തുറന്നു നോക്കി. പക്ഷേ എഴുന്നേറ്റതും അവളുടെ കൈകൊണ്ട് തന്നെ അവളുടെ സാറിനെ കൊന്നു. ഞാൻ വീണ്ടും വന്നു. എല്ലാരെയും പക തീർക്കാൻ പോവാ. സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞ് ആ തേനീച്ച പ്രേതം മനീഷയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും മനീഷ അവളുടെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെയായിരുന്നു. രാത്രിയായതും ആ പ്രേതം അവളുടെ ദേഹത്ത് കയറി. പെട്ടെന്ന് മനീഷ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. അവളുടെ ബഹളം കേട്ട് അവളുടെ അച്ഛനമ്മ അകത്തേക്ക് വന്നു നോക്കി. അയ്യോ മനീഷ, നീ രാത്രിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മോളെ, താഴേക്ക് വാ. ഈ റൂമിൽ എങ്ങനെയാ തേനീച്ച വന്നത്? അതിനെല്ലാം ഓടിക്കേ. ആരും അതിനെ തുടരുത്, അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകില്ല. മനീഷയുടെ പ്രവൃത്തികളും അവളുടെ ഭയങ്കരമായ ശബ്ദവും കേട്ട് അവളുടെ അച്ഛനമ്മയെ ഒരുപാട് പേടിച്ചു. ഉടനെ മനീഷ ചുമരിൽ നിന്ന് ഇറങ്ങി വന്ന് അവളുടെ അച്ഛനമ്മയുടെ മുന്നിൽ നിന്നു. നീങ്ങി നിൽക്കല്ലെങ്കിൽ അതിനെ ഓടിപ്പിക്കുന്നവരുടെ കയ്യെ ഞാൻ വെട്ടി നിങ്ങൾക്ക് തന്നെ തരും. അങ്ങനെ പറഞ്ഞ ആ പ്രേതവും കൂടെയുണ്ടായിരുന്ന തേനീച്ചകളും വീടിന് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ആ പ്രേതം മനീഷയുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വന്ന് മനീഷയുടെ നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ മനീഷയുടെ ബാല്യകാല സുഹൃത്ത് ബിർജു അവളുടെ അടുത്തേക്ക് വന്നു. പിന്നെ മനു, നിന്റെ മത്സരമൊക്കെ എങ്ങനെ പോകുന്നു? ഉറപ്പായും നീയായിരിക്കും ജയിച്ചത്, അതെനിക്കറിയാം. എന്തായാലും നീ പറ. ഇപ്പൊ ഞാൻ ജയിച്ചോ ഇല്ലേ എന്നതാണോ പ്രധാനം? പെട്ടെന്ന് ഈ തേനീച്ച ഇവിടെ എങ്ങനെ വന്നു?
ഇതിന് നടുക്ക് നീ സാധാരണമായി എങ്ങനെ നിൽക്കുന്നു? ഇവിടെ നിന്നും ഓടിപ്പോ. എന്തെന്നാൽ ഇതൊക്കെ എന്റേതാ. നിനക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ നിശബ്ദമായ ഒരു സ്ഥലത്തേക്ക് അയക്കട്ടെ. ബിർജു അവൾ എന്തു പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ ആ പ്രേതം അവന്റെ തല വെട്ടി മാംസം തിന്നാൻ ആരംഭിച്ചു. മനീഷയുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതം മെല്ലെ മെല്ലെ ആ ഗ്രാമത്തിലുണ്ടായിരുന്നവരെ പേടിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ പുറത്തേക്ക് വരാൻ തന്നെ പേടിച്ചു. ആ ഗ്രാമം പിന്നെ അവരുടെ മകളുടെ നല്ലതിനായി മനീഷയുടെ അച്ഛനമ്മ അവളെ ഗുണപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങൾ എടുക്കണമോ അതെല്ലാം ചെയ്തു. പക്ഷെ അവർ എത്ര ശ്രമിച്ചിട്ടും മനീഷയെ മാറ്റാനേ കഴിഞ്ഞില്ല. മനീഷ ഇടയ്ക്കിടെ ഓരോരുത്തരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണെന്നേ അറിയില്ല. ഇപ്പോൾ അവൾ ഗ്രാമത്തിലെ ഒരു വലിയ പ്രശ്നമായി മാറി. തലവ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നതേയില്ല. എനിക്കറിയത്തില്ല എവിടുന്നാ ഈ പ്രേതം വന്ന് എൻ്റെ മോളുടെ മേത്ത് കയറിയെന്ന്. നശിച്ചു പോകും ആ പ്രേതം. അതിന് നരകത്തിൽ പോലും സ്ഥാനം കിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് നഗരത്തിൽ താമസിക്കുന്ന ചിലർ എങ്ങനെയായിരിക്കുമെന്നാൽ അവർ പ്രേതങ്ങളെയൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കൂ, ചിലപ്പോൾ പരിഹാരം കിട്ടും. പ്രമാണി പറഞ്ഞ അഭിപ്രായം കേട്ട് മനീഷയുടെ അച്ഛനും അമ്മയും സിറ്റിയിൽ പ്രധാനപ്പെട്ട പാരാനോർമലിസ്റ്റ് വരുണിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വരുൺ ഗ്രാമത്തിലേക്ക് വന്ന് ഗ്രാമമൊക്കെ ചുറ്റിക്കണ്ട് അവസാനം മനീഷയുടെ അച്ഛനമ്മയെടുത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവളുടെ അടുത്തായി തേനീച്ചകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ ആ തേനീച്ചകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഈ പ്രേതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 1 വർഷത്തിന് മുൻപ് ഇതാ ഈ അടുത്തായിട്ടുള്ള കാട്ടിൽ ചില കള്ളന്മാർ തനിച്ചു വന്നിരുന്നൊരു പെൺകുട്ടിയുടെ കാശെല്ലാം വാങ്ങി തേനീച്ച കൂടുള്ളൊരു ഗുഹയിൽ അവളെ കൊല്ലാനായി അവർ കയറ്റിവിട്ടു. അങ്ങനെ കയറ്റിവിട്ടതും തേനീച്ചകൾ കുത്തി അവൾ മരിച്ചുപോയി. ദിവസങ്ങൾക്ക് ശേഷം തേനീച്ചകളായി മരിച്ച അവളെ ശവം കിട്ടി. അതിനുശേഷമാണ് ഈ കാടിൻ്റെ അടുത്തായുള്ള എല്ലാ ഗ്രാമത്തിലും ഈ പ്രേതശല്യം തുടങ്ങിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ അതിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കാൻ പറ്റും സാർ? വിഷമിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. മനീഷയുടെ അച്ഛനമ്മ മനീഷയെക്കുറിച്ചെല്ലാം പറഞ്ഞ് വരുണിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മനീഷ ഉറങ്ങുകയായിരുന്നു. അപ്പോ മനീഷയുടെ അടുത്ത് തേനീച്ചകളില്ലാത്തത് കണ്ട് വരുൺ വീട്ടിലെ ജനാലകളെല്ലാം അടച്ച് എന്തോ മന്ത്രം ചൊല്ലി മനീഷയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മനീഷേ, മനീഷേ, എഴുന്നേൽക്കൂ. ഇവിടെ നോക്ക്, ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാൻ പോകുക. മനീഷ എഴുന്നേറ്റതും ജനാലകൾക്കടുത്ത് തേനീച്ചകൾ വരുന്നത് കണ്ട് വരുൺ വല്ലാതെ പേടിച്ചുപോയി. ഇവളെ ആ പ്രേതം ആക്രമിക്കാൻ വേണ്ടി നന്നായി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇവൾ തേനീച്ച പ്രേതമായി മാറും. ഞാൻ ഈ വാതിലും ജനലും മുൻപേ അടച്ചത് നന്നായി പോയി. മനീഷേ, ആ തേനീച്ചകൾ നിന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ നീ ശ്രദ്ധിക്കാൻ പോകണ്ട. നിങ്ങളാരാ എൻ്റെ വീട്ടിലേക്ക് വന്ന് എന്നെ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ വരുൺ മനീഷയോടെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അവിടെയുണ്ടായിരുന്ന പ്രേത തേനീച്ചകൾ വേറെ വഴിയിലൂടെ വീടിനുള്ളിലേക്ക് വന്നു. അതിൻ്റെ ഒപ്പം തന്നെ പ്രേതവും അകത്ത് വന്ന് ഉടനെ മനീഷയുടെ ദേഹത്ത് കയറി. അങ്ങനെ കയറിയതും മനീഷ ഉടനെ വരുണിനെ തള്ളിയിട്ടു. എന്നെ ഓടിപ്പിക്കാൻ നിനക്ക് എത്ര ധൈര്യമാണടാ? നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിന്റെ കഥയൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പെൺകുട്ടി എന്തിന്? ഇവളെ വിട്ടേക്കൂ. ആരെയും വിടില്ല. ഇവളും ജീവനോടെ ഉണ്ടാകില്ല, നീയും ഉണ്ടാകില്ല. ആ പ്രേതം വരുണിനെ പൊന്തിച്ച് ദൂരേക്ക് എറിഞ്ഞു. വരുൺ വേഗം പോയി ചുമരിലിടിച്ച് താഴേക്ക് വീണു. എന്നെ നീ എന്ത് വേണമെന്ന് ചെയ്യും. ഈ പെൺകുട്ടിയും ഈ ഗ്രാമത്തെയും വിട്ടേക്കൂ. ഇവർ നിന്നോട് എന്ത് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ കൊന്നേ? ഞാൻ മരിച്ചു. ഇപ്പോ എല്ലാവരും മരിക്കണം. ഞാൻ എല്ലാവരെയും കൊല്ലും. വരുണിന് മനസ്സിലായി ഇവൾ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലെന്ന്. അതുകൊണ്ട് അവൻ മുൻപേ ആലോചിച്ചു വെച്ച സെക്കൻഡ് പ്ലാൻ പ്രകാരം ആ പ്രേതത്തിനോട് സംസാരിച്ചുകൊണ്ടേ ആ പ്രേതത്തിനറിയാത്ത പോലെ ആ തേനീച്ചകളെ കുപ്പിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പ്രേതം ഇതെങ്ങനെയോ മനസ്സിലാക്കി. ഈ മനുഷ്യരെല്ലാവരും എപ്പോഴും പറ്റിക്കുന്നവരാണ്. അവരെന്നെ പറ്റിച്ചു കൊന്നു, നീയിപ്പോ പറ്റിച്ച് തേനീച്ചകളെ പിടിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാൻ കഴിയും. അത് കഴിഞ്ഞ് ആ പ്രേതം അതിന്റെ ശക്തി കൊണ്ട് വരുണിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വരുൺ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ശ്രമിച്ചുകൊണ്ട് ആ ബാഗിനടുത്ത് വന്ന് ആ ബാഗിലുണ്ടായിരുന്ന നീം സ്പ്രേ എടുത്ത് ആ തേനീച്ചകളുടെ മേത്തടിച്ചു. ആ തേനീച്ചകളും മയങ്ങാൻ തുടങ്ങി.
അപ്പോൾ ആ പ്രേതത്തിന്റെ ശക്തിയും കുറഞ്ഞു. ഇതാണ് ശരിയായ സമയമെന്ന് വിചാരിച്ച് വരുൺ ഉടനെ ആ തേനീച്ചകളെ ഒരു കുപ്പിയിലാക്കി. അത് കഴിഞ്ഞ് ആ പ്രേതവും മനീഷയുടെ ദേഹം വിട്ട് ആ കുപ്പിക്കുള്ളിലായി. അത് കഴിഞ്ഞ് വരുൺ മനീഷയെ അവരുടെ അച്ഛനമ്മയുടെ അടുത്താക്കി ആ പ്രേതത്തിനെ എടുത്തുകൊണ്ട് ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയി. ഈ കഥ ശകുന്തളയുടേതാണ്. ശകുന്തള ഭർത്താവ് ദിലീപിനോടൊപ്പവും അമ്മായി അമ്മയോടൊപ്പവും ജീവിച്ചിരുന്നു. ശകുന്തളയുടെ ഭർത്താവ് ദിലീപിന് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അയാൾ ആ കട നടത്തിയിരുന്നു. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. എന്നാൽ ശകുന്തളയ്ക്ക് കുഞ്ഞൊന്നും ജനിച്ചില്ല. അതുകൊണ്ട് ദിലീപും അമ്മായി അമ്മയും അവളെ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. പാവം, അവളെന്ത് ചെയ്യാനാ? അതെല്ലാം കേട്ടു നിൽക്കും. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദൈവം ആ പ്രാർത്ഥന കേട്ടു. ശകുന്തള ഇപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ അത് 3 മാസങ്ങൾക്ക് ശേഷമാണ് അവൾ മനസ്സിലാക്കിയത്. ഉടനെ ശകുന്തള വളരെ സന്തോഷത്തിൽ തന്റെ ഭർത്താവിനോട് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ സന്തോഷപ്പെടാതെ ഇപ്പോൾ അവന്റെ ഉള്ളിൽ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ അവന്റെ അമ്മയും അവിടെ വന്നു. നോക്കു ശകുന്തളെ, നീ ഗർഭിണിയാണ്, ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. എന്നാൽ എന്താ? എന്നാൽ നിന്റെ വയറ്റിൽ ആണാണോ പെണ്ണാണോ എന്ന് നിനക്ക് അറിയില്ലല്ലോ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് പേടി. അതിലെന്താണ് വ്യത്യാസം? എന്താ നീ ബുദ്ധിയില്ലാത്തതുപോലെ പറയുന്നത്? അതിലെന്താണ് വ്യത്യാസമെന്നോ? അതിലാണ് വ്യത്യാസമുള്ളത്. ദിലീപിനും അമ്മയ്ക്കും ഉറപ്പായും ഒരു പരമ്പര വേണം. എന്നാൽ ആ പരമ്പരയായി ഒരാൺകുട്ടിയെ തന്നെ വേണം. നോക്കു ശകുന്തളെ, നീ ഇത്രയ്ക്ക് ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിനക്ക് ഉറപ്പായും ആൺകുട്ടിയെ ജനിക്കൂ. കാരണം നമ്മുടെ കുടുംബത്തിൽ ആദ്യമായി ജനിക്കുന്നത് ഒരു ആൺകുട്ടി തന്നെയായിരിക്കും. അതെല്ലാം ശരി. എന്നാൽ ആണോ പെണ്ണോ അത് ദൈവത്തിന്റെ കയ്യിലല്ലേ? നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എന്നാൽ അതിന് നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്യണം. അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞാണ്. വർഷങ്ങൾക്ക് ശേഷം ദൈവം വരമായി തന്നത്. സന്തോഷിക്കാതെ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നു. എന്നാൽ ശകുന്തള പറഞ്ഞത് ദിലീപും കേട്ടില്ല, അവന്റെ അമ്മയും കേട്ടില്ല. ശകുന്തളയെ ടെസ്റ്റ് ചെയ്തു. അവൾ എന്തോർത്ത് പേടിച്ചോ അത് തന്നെ സംഭവിച്ചു. വയറ്റിൽ പെൺകുഞ്ഞാണ്. ഇക്കാര്യം അറിഞ്ഞതും ദിലീപിനും അവന്റെ അമ്മയ്ക്കും ഇഷ്ടമായില്ല. ദിലീപ് വീട്ടിൽ വന്നപ്പോൾ കയ്യിലൊരു മരുന്നുണ്ടായിരുന്നു. അതവൻ ശകുന്തളയ്ക്ക് കൊടുത്തു. എന്താ ഇത്? മരുന്ന് കുടിക്കേ. മരുന്നോ? എന്ത് മരുന്ന്? ആ കുഞ്ഞിനെ കൊല്ലാൻ ഞങ്ങൾക്ക് പെൺകുഞ്ഞിനെ വേണ്ട. ഇത് കഴിച്ച് നീ അതിനെ അങ്ങ് കൊന്നേക്ക്. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നിങ്ങൾ എന്നോട് കൊല്ലാൻ പറയുന്നോ? ഞാൻ അപേക്ഷിച്ചതല്ല, പറഞ്ഞത് ഓർഡറാ. മര്യാദയ്ക്ക് കുടിക്കേ. ഞാൻ കുടിക്കില്ല, കുടിക്കില്ല, കുടിക്കില്ല. ശകുന്തള വീണ്ടും വീണ്ടും പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ദിലീപ് ദേഷ്യത്തിൽ അടിച്ചു. അവൾ ദൂരേക്കും വീണു. അവളുടെ തല ഭിത്തിയിലിടിച്ച് ചോര വരാനും തുടങ്ങി. ആ, ചിലർക്ക് സ്നേഹത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. എപ്പോൾ നോക്കിയാലും അടി കൊടുക്കണം. ശരി, അടിച്ചു പറയണമെങ്കിൽ എനിക്കെന്താ? അരകല്ലും കൊത്തി കൊത്തിയല്ലേ നമ്മൾ നികത്തുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, എന്നാൽ എന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല. ഇത് കേട്ടതും ഇത്തവണ ദിലീപിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ദിലീപ്, ഇവളോട് ഇങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കില്ല. പറഞ്ഞുവിട്, വീട്ടിൽ നിന്നും പറഞ്ഞുവിട്. ഇവൾക്കിവിടെ വയറു നിറച്ച് തിന്നാൻ കിട്ടുന്നില്ലേ? ആ അഹങ്കാരത്തിൽ അവൾ സംസാരിക്കുന്നത്. വെളിയിൽ പോകുമ്പോൾ വിശന്ന് ദാഹിച്ച് നടക്കില്ലേ? അപ്പോൾ ഇവളുടെ വീരവാചകമൊക്കെ പോകും. അവൾ തന്നെത്താനെ അവളുടെ കുഞ്ഞിനെ കളഞ്ഞോളും. ദിലീപ് ഉടനെ ശകുന്തളയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഏതു പെണ്ണിനെ നോക്കി കാലം മുഴുവനും തുണയായിരിക്കുമെന്ന് പറഞ്ഞോ? സന്തോഷത്തോടെ നോക്കും, ഭദ്രമായി വയ്ക്കുമെന്ന് പറഞ്ഞോ? അതൊന്നും അവനിപ്പോൾ ചെയ്തില്ല. അതിനു പകരം ഒരു ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്തത് അവൻ ചെയ്തു. ഗർഭിണിയായ ശകുന്തളയ്ക്ക് ഒരു തുണയും ഇല്ല. അവൾ തെരുവിലിറങ്ങി നടന്നു. അവൾ നടന്നുകൊണ്ടേയിരുന്നു. പാവം, അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിനുള്ളിൽ നേരമിരുത്തി. അവൾ ഗർഭിണിയാണ്. എന്നാൽ ഒരുപാട് ദൂരം നടന്നതുകൊണ്ട് അവൾ ക്ഷീണിതയുമാണ്. അവസാനം അവൾ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് വന്നു നിന്നു. അവിടെയും ഇവളെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരത്തിനു ശേഷം അവൾ അവിടെ തന്നെ കിടന്നുറങ്ങി. അവൾ കണ്ണു തുറന്നപ്പോൾ നേരവും വെളുത്തു. ഇപ്പോൾ അവൾക്ക് വിശക്കാനും തുടങ്ങി. അവൾക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നേ അറിയില്ല. അവൾ തന്റെ വയറ്റിൽ കൈവച്ച് തന്റെ വയറ്റിനുള്ളിലുള്ള കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിനക്ക് വിശക്കുന്നോ മോളെ? വിഷമിക്കണ്ട, നിന്റെ അമ്മയില്ലേ, നിനക്ക് ഉറപ്പായും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ് ശകുന്തള എത്തി നോക്കി ഒരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്തേക്ക് പോയി. ആ സമയം റെഡ് ലൈറ്റ് ആയിരുന്നു. അവിടെ ഒരുപാട് വണ്ടിയും ഉണ്ടായിരുന്നു. അവൾ ഒരു ചുമന്ന കാറിനടുത്ത് പോയി അവളുടെ സാരിത്തുമ്പ് കൊണ്ട് തുടയ്ക്കാൻ തുടങ്ങി. അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും കാറിലുള്ളവൻ ചോദിച്ചു, ഏയ്, നീ എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക്.
സാർ, താങ്കളുടെ വണ്ടിയിൽ നല്ല പൊടിയുണ്ട്. ഞാനത് തുടച്ചതാ. അതിനു പകരം നിങ്ങൾ 2 രൂപ തന്നാൽ 2 റൊട്ടി കഴിക്കും. അയ്യോ, എന്താ ഇത്? എന്റെ വണ്ടി നീ തുടക്കണ്ട. പോയിവിടുന്ന്, പോയിവിടുന്ന്. ഇപ്പോൾ വൈകുന്നേരമായി. വിശന്നു വലഞ്ഞ ശകുന്തള ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആ ട്രാഫിക് സിഗ്നലിൽ നിന്നിരുന്ന ഒരുപാട് വണ്ടികൾ തുടച്ചു. എന്നാൽ അവളെ ആരും വണ്ടി തുടയ്ക്കാൻ വിട്ടില്ല. ആരും അവൾക്ക് വേണ്ടി 1 രൂപ പോലും ചിലവഴിച്ചില്ല. വിശപ്പിലും ദാഹത്തിലും അവൾ ഒരുപാട് വലഞ്ഞു. അവൾക്കായല്ല, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനു വേണ്ടിയാണ് വിഷമിച്ചത്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാകും. ദൈവമേ, എങ്ങനെയെങ്കിലും സഹായിക്കൂ. താങ്കളുടെ അനുഗ്രഹം കൊണ്ടല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത്. ദയവ് ചെയ്ത് ആ കുഞ്ഞിനെയെങ്കിലും സഹായിക്കൂ. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അവളുടെ നോട്ടം അവിടെയുള്ള അമ്പലത്തിലേക്ക് പോയി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവൾ ആ അമ്പലത്തിലേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ആരോ ഒരാൾ ഭക്ഷണം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് പേർ ഭക്ഷണത്തിനായി കാത്തുനിന്നു. അവളും അവർ നിൽക്കുന്നിടത്തേക്ക് പോയി നിന്നു. ഒരുപാട് നേരം നിന്നതിനു ശേഷം അവൾക്കും ഭക്ഷണം കിട്ടി. അവൾ പാത്രം നിറച്ച് ആഹാരമെടുത്ത് കഴിക്കാനും തുടങ്ങി. അവൾക്ക് നന്നായി വിശന്നിരുന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്നത് കഴിച്ചു. എന്നാലും വീണ്ടും അവൾക്ക് വിശന്നു. അവൾ വീണ്ടും ലൈനിൽ നിന്നു. ഒരുപാട് നേരങ്ങൾക്ക് ശേഷം അവൾക്ക് വീണ്ടും ഭക്ഷണം കിട്ടി. അങ്ങനെ അവൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇന്നലെ കിടന്ന് അതേ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കിടന്നു. സമാധാനമായി ഉറങ്ങു കുഞ്ഞെ. ഇന്ന് നിന്നെ ഒരുപാട് നേരം പട്ടിണി കിട്ടല്ലേ. അമ്മയോട് നീ ദേഷ്യപ്പെടല്ലേ കുഞ്ഞെ. ശകുന്തള ഉറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അടുത്ത ദിവസം നേരിടേണ്ട പ്രശ്നമോർത്ത് അവൾ വിഷമിച്ചു. എല്ലാത്തിനേക്കാളും വലിയ വിഷമം വിശപ്പാണ്. നാളെയും ഇന്ന് കിട്ടിയതുപോലെ അമ്പലത്തിലെ അന്നദാനം കിട്ടില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അവൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ആരും അവൾക്ക് ഒരു ജോലിയും കൊടുത്തില്ല. ദിവസം മുഴുവനും ജോലി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ അവൾക്ക് വിശക്കുമ്പോൾ എവിടുന്നെങ്കിലും വെള്ളം കിട്ടിയാൽ അത് കുടിച്ച് വയറു നിറയ്ക്കും. എത്ര നേരം ഞാൻ കുഞ്ഞിന് വെള്ളം മാത്രം കൊടുക്കും. പാവം, ഞാൻ കാരണം കഷ്ടപ്പെടുന്നു. വെള്ളം കുടിച്ച് വിശപ്പ് മാറിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വൈകുന്നേരം അവൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു വലിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നത് അവൾ കണ്ടു. അവിടെ അവളെപ്പോലെയുള്ള പാവങ്ങൾ ജോലി നോക്കിയിരുന്നു. അപ്പോൾ അവിടെയുള്ള മേശിരിയോട് അവൾ ജോലി ചോദിച്ചു. അയാൾ ജോലിയും കൊടുത്തു. അയാൾ അവൾക്ക് കൊടുത്ത കട്ട ചുമക്കുന്ന ജോലിയും തന്റെ കുഞ്ഞിനു വേണ്ടി ശകുന്തള ചെയ്യാമെന്ന് സമ്മതിച്ചു. ഓ, എന്തൊരു വെയില്! ഞാൻ കാരണം എൻ്റെ കുഞ്ഞ് നന്നായി വെയിൽ കൊള്ളുന്നു. ഒരു ദിവസം അവൾ കട്ട ചുമന്നുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു മയക്കം വന്ന് അവൾ താഴേക്കും വീണു. എല്ലാവരും അവളെ ഹോസ്പിറ്റലിലും ആക്കി. അവിടെ ഡോക്ടർ കർശനമായി പറഞ്ഞു, ഈ അവസ്ഥയിൽ അവൾ ജോലി ചെയ്താൽ അവൾക്കും അവളുടെ കുഞ്ഞിനും അത് ആപത്താണെന്ന്. അവളുടെ ജോലിയും പോയി. വീണ്ടും അവൾക്ക് മുൻപിൽ പട്ടിണി എന്ന ദുരവസ്ഥ വന്നു നിന്നു. ഞാൻ വീണ്ടും തുടക്കത്തിലെത്തിയല്ലോ. അയ്യോ ദൈവമേ, നാളെ മുതൽ എൻ്റെ കുഞ്ഞ് വീണ്ടും പട്ടിണി കിടക്കുമല്ലോ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഞാൻ എവിടെ പോകും? എന്നാൽ ശകുന്തള ധൈര്യം കൈവിട്ടില്ല. വലിയ ജോലിയല്ലേ ചെയ്യാൻ പറ്റാത്തത്, എന്നാൽ ഇരുന്നു ചെയ്യുന്ന ജോലികൾ ചെയ്യാമല്ലോ. അവളുടെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ചെറിയ പച്ചക്കറി കട തുടങ്ങി. കുറച്ചായി കച്ചവടവും നടന്നു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പച്ചക്കറിക്കടയും വാടകയ്ക്കെടുത്തു. പെട്ടെന്ന് അവളുടെ പ്രസവവും അടുത്തു. അവൾ സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ഖുഷി എന്ന് പേരും ഇട്ടു. ഖുഷി ജനിച്ച് 6 മാസങ്ങൾ കഴിഞ്ഞതും ശകുന്തള മനസ്സിലാക്കി ഭർത്താവിന്റെ 2ാം കല്യാണം നടക്കുന്നെന്ന്. അവൾ ഒരുപാട് വിഷമിച്ചു. അവളുടെ വിഷമം അവൻ 2ാം കല്യാണം കഴിക്കുന്നതിലല്ല, മറ്റൊരു പെൺകുട്ടിയും ആ കുടുംബത്തിലകപ്പെട്ട് തന്നെ പോലെ ആകുമെന്നോർത്തവൾ വിഷമിച്ചു. ശകുന്തള ഭർത്താവിനെയും അമ്മയെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നോർത്തു. അതുകൊണ്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോലീസുകാരും ഉടനെ അവിടേക്ക് പോയി അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അയ്യോ, ഞങ്ങളെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ എന്തു ചെയ്തു? തനിക്ക് നാണമില്ലേ? ആ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ തെരുവിലാക്കി. എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്തെന്നോ? വാ, സ്റ്റേഷനിൽ പോകാം. ദിലീപിനും അമ്മയ്ക്കുമെതിരെ കേസായി. അവർക്ക് ശിക്ഷയും കിട്ടി. അവർ ഇപ്പോഴും ജയിലിലാണ്. ശകുന്തളയുടെ കട നല്ലതുപോലെ നടന്നു. മകൾ ഖുഷിക്കിപ്പോൾ 2 വയസ്സാണ്. ശകുന്തള തന്റെ കടയ്ക്ക് മകളുടെ പേരാണ് വെച്ചത്, ഖുഷി സ്റ്റോർ. അവളുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾക്കും എല്ലാ മാറ്റങ്ങൾക്കും കാരണം അത് ഖുഷിയല്ലേ. ശകുന്തള ധൈര്യത്തോടെ തീരുമാനിച്ചു, എന്റെ മകളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുമെന്ന്. മുൻപോട്ട് എങ്ങനെയെന്ന് പോലും അവൾ ചിന്തിച്ചില്ല. പെൺകുഞ്ഞാണ് ലോകത്തിന്റെ അമ്മ. അവളാണ് അമ്മ, അവളാണ് ഭാര്യ, അവളാണ് പെങ്ങൾ. അവരെ നമ്മൾ ബഹുമാനിക്കണം.